ഇംഗ്ലണ്ടുമായുള്ള ടെസ്റ്റ് പരമ്പരയ്ക്ക് വെള്ളിയാഴ്ച തുടക്കം കുറിക്കുമ്പോൾ പുത്തൻ അധ്യായത്തിനാണ് ഇന്ത്യൻ ക്രിക്കറ്റ് തുടക്കം കുറിക്കാൻ പോകുന്നത്. 5 ടെസ്റ്റുകളുടെ ദൈർഘ്യമേറിയ പരമ്പരയായതിനാൽ വിജയത്തോടുകൂടെ പോസിറ്റീവായി തുടങ്ങാനായിരിക്കും ഇരു ടീമുകളും ശ്രദ്ധിക്കുക. സീനിയർ താരങ്ങളായ ഇതിഹാസ നായകന്മാർ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി എന്നിവരില്ലാതെ ഇറങ്ങുന്ന ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ഗില്ലാണ്. ടെസ്റ്റ് ക്യാപ്റ്റനുള്ള അദ്ദേഹത്തിന്റെ അരങ്ങേറ്റമാകും ഈ മത്സരത്തിലൂടെ നടക്കുക. ടെസ്റ്റ് ക്യാപ്റ്റനുള്ള അദ്ദേഹത്തിന്റെ അരങ്ങേറ്റത്തിൽ സമ്മർദ്ദങ്ങളേറെയാണ്. എന്നാൽ ഈ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കെൽപ്പുള്ള താരങ്ങളും ഇന്ത്യൻ ടീമിലുണ്ടെന്ന് പറയാം. ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ 3 ഫാസ്റ്റ് ബോളർമാർക്കൊപ്പം ഷർദുൽ താക്കൂറിനെ ആയിരിക്കും ഇന്ത്യൻ ടീം കളിപ്പിക്കുക എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഓൾറൗണ്ടർമാരെ ടീമിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് മികച്ച ടീമിനെ തന്നെ അണിനിരക്കാനാണ് ഇന്ത്യയും ലക്ഷ്യമിടുന്നത്. ജസ്പ്രീത് ബുംറ ഏതൊക്കെ ടെസ്റ്റ് കളിക്കുമെന്നത് വ്യക്തമല്ല. എന്നാൽ 3 ടെസ്റ്റുകൾ മാത്രമേ ബുംറ കളിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് നേരത്തെ തന്നെ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമായത്. ആദ്യ ടെസ്റ്റിലെ ഓപ്പണിംഗ് ജോഡികളായി KL രാഹുലും ജയ്സ്വാളുമായിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ ബാറ്റിംഗ് പൊസിഷൻ 3-ൽ നിന്നും 4-ലേക്ക് മാറ്റിയ അദ്ദേഹം പുതുമുഖ താരം സായ് സുദർശനും പ്ലേയിങ് 11-ൽ അവസരം കൊടുക്കാനുള്ള സാധ്യതകളുമുണ്ട്. ജയ്സ്വാളും KL രാഹുലും തന്നെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്. KL രാഹുൽ ടീമിലെ ഏറ്റവും അനുഭവസമ്പന്നനായ കളിക്കാരനായതുകൊണ്ട് തന്നെ രാഹുലിന്റെ സേവനം ടീമിന് അത്യാവശ്യമായി വന്നേക്കാം. അവസാനമായി ഇന്ത്യൻ ടീം ഇംഗ്ലണ്ട് പര്യടനം നടത്തിയപ്പോൾ ഓപ്പൺ ചെയ്തത് രാഹുലായിരുന്നു. അന്നും രാഹുൽ മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചതുകൊണ്ട് രാഹുൽ ടീമിൽ തുടരാനുള്ള സാധ്യതകളും ഏറെയാണ്. സായ് സുദർശൻ ടീമിലേക്ക് എത്താനുള്ള സാധ്യതകളുമുണ്ട്. നിലവിലെ ഫോമിലേക്ക് പരിഗണിക്കുമ്പോൾ 5-ാം നമ്പറിൽ കരുൺ നായരായിരിക്കും. ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ട് ഒരുപാട് നാളായെങ്കിലും മികച്ച ഫോമിലാണ് കരുൺ ഉള്ളത്. IPL-ലൂടെ മികച്ച രീതിയിലുള്ള ഫോമും കരുൺ നായർ വീണ്ടെടുത്തിരുന്നു. ഒപ്പം ഋഷഭ് പന്ത്, രവീന്ദ്ര ജഡേജ, ഷർദുൽ താക്കൂർ, ബുംറ, പ്രസിദ്ധ് കൃഷ്ണ, മുഹമ്മദ് സിറാജ് എന്നിവരായിരിക്കും ടീമിലുണ്ടാവുക. സ്പിന്നാധിപത്യം കുറച്ച് പേസ് ആധിപത്യത്തിലായിരിക്കും ഇന്ത്യ ഇറങ്ങുക. കാരണം ഇംഗ്ലണ്ട് കണ്ടീഷൻസ് അതുപോലെ പ്രയാസകരമായിരിക്കും. എന്നാൽ 3 ടെസ്റ്റുകളോളം ജയിച്ച് പരമ്പര പിടിക്കാൻ തന്നെയായിരിക്കും ഇന്ത്യ ലക്ഷ്യമിടുന്നത്. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പുതിയ സൈക്കിൾ എന്നിരിക്കെ സമ്മർദ്ദങ്ങൾ ഇന്ത്യക്കൊപ്പം തന്നെയാണ്. ദീർഘനാളുകൾക്ക് ശേഷമാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇല്ലാത്തൊരു ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇന്ത്യ കളിക്കാൻ പോകുന്നത്. അതിന്റെ സമ്മർദ്ദവും ഒരു വശത്തുണ്ട്. Subscribe to One India and never miss an update.